കവിഞ്ഞൊഴുക്കുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കൂട്ടായ്മ ടെലിവിഷനിലൂടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 10 ദിവസത്തിൻ്റെ അവസാന 3 ദിവസങ്ങളാണ് ഇന്ന് മുതൽ. ഇന്ന് 17-ാം തീയതി, 18, 19, 20. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി അതിനോട് അടുത്ത് ഉള്ള എല്ലാവരും തന്നെ ഇതിൽ പങ്കാളിയാകണം. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അനുഭവിക്കുന്ന ദ പ്രസൻസ് ഇസ് സോ ടാഞ്ചിബിൾ. കർത്താവിനൊരു പർപ്പസ് ഉണ്ട് അവിടെ. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രചരണമല്ല. ഇത് ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം ഒരു ദേശത്ത് വരുമ്പോൾ ആ ദേശത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. എവിടെയെങ്കിലുമൊക്കെ ദൈവ തേജസ് ഇറങ്ങി, ദൈവമഹത്വം ഇറങ്ങുമ്പോൾ അത് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു അനുഭവമല്ല. യേശു ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. പടയാളി എന്ന് പറയുമ്പോൾ അവർ വാളും പരിചയം കൊണ്ട് യുദ്ധം ചെയ്യുന്നവരല്ല, പ്രാർത്ഥന വീരന്മാർ. പ്രേയർ ഇസ് അവർ വെപ്പൺ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആ ദേശത്ത് മുഴുവൻ, പത്തനംതിട്ട ദേശത്ത് ഇനി മദ്യപാനം കാണാൻ പാടില്ല. നൗ ഇരുട്ടെന്ന് പറയുന്നത് ഏതോ ഒരു മതമല്ല. ഇരുട്ടെന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഡൈവോഴ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ഏരിയകളിൽ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അങ്ങനെ കുഞ്ഞുങ്ങളെ മെൻ്റലി ഡൗൺ ആക്കുന്ന, ഓഫാക്കുന്ന ചില ദുഷ്ടൻ്റെ പ്രവൃത്തിയാണ്. ദാറ്റ് ഈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇൻ ദ നാച്ചുറൽ റെലം. മെഡിക്കൽ സയൻസിന് പോലും കോസ് ഓഫ് ഓട്ടിസം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ സമയത്ത് മൈ ഹാർട്ട് ഗോസ് ടു ഓൾ ദോസ് പേരൻറ്റ്സ് ഹു ഹാവ് ചിൽഡ്രൻ, ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി. അവരുടെ സ്ട്രഗിൾ എന്താണെന്നറിയാം. ബട്ട് ബി പേഷ്യൻറ്റ്. The Holy Spirit can change anything. Now, ഞാൻ പറഞ്ഞതിൻ്റെ സാരം, സുവിശേഷം ചെയ്യുന്നത് ദൈവ തേജസ് ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ഡിഫോർമാലിറ്റീസ് മാറാൻ സാധിക്കും. ആത്മഹത്യ, ക്രൈം, ആൽക്കഹോളിക് അബ്യൂസ്, ചൈൽഡ് അബ്യൂസ്, എസ്പെഷ്യലി ഈ the challenge is to empower women to stand on our own feet. ഈ ദിവസങ്ങളിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എസ്പെഷ്യലി those who are having children who are abused by parents. അങ്ങനെയുള്ള അമ്മമാരെ റിസ്റ്റോർ ചെയ്യാനും അവരെ ഒരു സ്വന്തം എൻ്റർപ്രൈസ് സ്വന്തം കാലിൽ നിർത്താനായിട്ടുള്ള ശ്രമം ഈ ദിവസങ്ങളിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഐ എം സീക്കിംഗ് ഡയറക്ഷൻ. സോ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്ന I have seen changes, visible changes. പത്തനംതിട്ട ജില്ല, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ദൈവ തേജസ്സിനാൽ നിറയപ്പെടുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കും. കാര്യം യേശു എന്ന് പറയുന്നത്, യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ സ്വർലോകത്തിലും ഭൂലോകർക്കും അധോലോകർക്കും ഈ 3 റെലമിലും സകല അധികാരമുള്ള നാമമാണ്. നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുമ്പഴ പത്തനംതിട്ട ജില്ലയിലെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് 3 ഡേയ്സാണ്. മിസ് ചെയ്യരുത്. കഴിഞ്ഞ ആഴ്ചകൾ മുഴുവൻ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു അവസ്ഥ. അതൊരു പൊളിറ്റിക്കൽ രാജ്യമല്ല, ദൃശ്യമായ ലോകത്ത് നടക്കുന്ന രാജ്യമല്ല. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇറ്റ്സ് നോട്ട് ഇൻ ദ സീൻ വേൾഡ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ സെർവൻസ് വുഡ് ഫൈറ്റ് ഫോർ ഇറ്റ്. സീൻ വേൾഡല്ലേ ഒരു രാജ്യമായിരുന്നെങ്കിൽ എൻ്റെ വേലക്കാർ ഇതിനു വേണ്ടി യുദ്ധം ചെയ്തായിരുന്നു, ഇതിനു വേണ്ടി പിടിച്ചു നിർത്താനൊക്കെ. പക്ഷേ ഇറ്റ്സ് നോട്ട് ദെയർ. ഇറ്റ്സ് ഇൻ ദി അൺസീൻ റെൽ. മറ്റൊരു കാര്യം യേശു പറഞ്ഞത്, ദൈവരാജ്യത്തെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശു രാജാവായി അല്ലെങ്കിൽ യേശു എൻ്റെ കർത്താവായി ഞാൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അവൻ ഇരുട്ടിൻ്റെ അധികാരം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്,
And he has delivered us from the power of darkness and conveyed us into the kingdom of the Son of his love. Kingdom of the Son of his love. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലേക്ക്, പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ആ രാജ്യത്തിൻ്റെ ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ആ രാജ്യത്തിൽ എൻറ്റർ ചെയ്യുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, എൻറ്റർ ചെയ്യുന്നത് യേശു എന്ന വാതിലിലൂടെ. യേശു പറഞ്ഞു, ഞാൻ അതിൻ്റെ വാതിൽ. 2, അതിൽ വസിക്കാനുള്ള യോഗ്യത നീതിയാണ്. അത് അവൻ്റെ നീതി, നമ്മുടെ നീതി പ്രവൃത്തികളല്ല. പലപ്പോഴും തെറ്റുപറ്റുന്നത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ അവരുടെ നീതിയിൽ they wanted to establish themselves. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ യേശു നമുക്ക് നൽകിയ നീതിയാണ്. അതാണ് 2 കൊരിന്ത്യർ 5:21 പറയുന്നത്. യേശു പാപമായി തീർന്നത് നാം അവൻ്റെ നീതിയാകാനാണ്. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയാം. ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. ഒന്നുകൂടെ പറഞ്ഞു, യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. സോ ഒന്ന്, യേശുവിനെ കർത്താവായി ഞാൻ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി എൻ്റെ അകത്ത് വന്നു. ഐ എം കവേർഡ് വിത്ത് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് എൻ്റെ സ്റ്റാൻഡിങ് റൈറ്റായി. നേരത്തെ എനിക്കല്ലായിരുന്നു. അത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. കാരണം എൻ്റെ എല്ലാം വീക്ക്നെസ് യേശു ഏറ്റെടുത്തു. ബലഹീനത, പാപം, ശാപം മുഴുവൻ യേശു ഏറ്റെടുത്തത് കൊണ്ട് നീതി എന്ന എന്നാ പറയേണ്ടത് ഡ്രസ്സ്, അല്ലെങ്കിൽ നീതി എന്ന ക്വാളിഫിക്കേഷൻ അത് നമുക്ക് തന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, ആൻഡ് ഗിവിങ് താങ്ക്സ് ടു ദ ഫാദർ ഹു ക്വാളിഫൈഡ് അസ്. ക്വാളിഫിക്കേഷൻ, വാസ്തവത്തിൽ നമുക്ക് ഇതിനകത്ത് കയറാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ ഈ ദൈവത്തിൻ്റെ നീതിയായ ക്രിസ്തു നമുക്ക് വന്നതോടെ വി ആർ നൗ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റൈച്ചസ്നെസ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ പ്രസൻറ്റ് ട്രൂത്ത്. പാസ്റ്റ് അല്ല, പ്രസൻറ്റ് ട്രൂത്ത്. സോ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്, യേശുവിൽ വരുമ്പോൾ ഇതെല്ലാം കിട്ടും. യേശുവിനെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഒരു വണ്ടി കിട്ടാൻ, ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ, പ്രാർത്ഥന വിഷയങ്ങൾ പോലും നമ്മുടേത് അതാ. പക്ഷേ യേശു തൻ്റെ വാമൊഴിയായി പറഞ്ഞ ഒരു ഗ്യാരൻറ്റി ഉണ്ട്. ഈ ലോകത്തിൽ, അതിന് പറഞ്ഞ വളരെ എന്നാ പറയേണ്ടത് സിമ്പിളായിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ്. യേശു പറഞ്ഞ, നോക്കൂ, വയലിലെ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർ കളപ്പുറകളിൽ സൂക്ഷിക്കുന്നില്ല, എന്നാലും സ്വർഗത്തിലെ പിതാവ് അവരെ നോക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിക്കുക. നമുക്കിതിന് ഒത്തിരി മർമ്മമൊന്നും നോക്കണ്ട. ഏതെങ്കിലും പറവ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും പറവ താടിക്ക് കൈ കൊടുത്ത് എന്തായി തീരും, ഭയങ്കര ടെൻഷനാണ്? കണ്ടിട്ടില്ല. കാര്യം ദൈവം അതിന് അതതിൻ്റെ സമയത്ത് നോക്കും. എന്നിട്ട് യേശു പറയാ, നിങ്ങൾ ഇതിനേക്കാളും വിലപ്പെട്ടതല്ലേ, ആഹാരത്തെക്കാളും വലുതല്ലേ ജീവൻ. അപ്പോൾ എന്ത് തിന്നും, എന്ത് കൊടുക്കും, എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായി സ്വർഗത്തിലെ പിതാവിന് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് അറിയാം. ഇതിനകത്ത് എഫേർട്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ആഡഡ് ടു യു എന്ന് യേശു പറയുക. അതുകൊണ്ട് സീക്ക് ദ കിങ്ഡം എന്ന് പറഞ്ഞാൽ സീക്ക് ദ ലൈഫ് ഓഫ് ബീങ് ഡോമിനേറ്റഡ് ഓർ ബീങ് അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് യേശു ക്രിസ്തുവിന് ആഗ്രഹം? ഞാൻ യേശു കർത്താവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം അത് ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യത വരെയും പോകുന്നത്. അതുകൊണ്ടാണല്ലോ നിത്യജീവൻ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 5:11 പറയുന്നത് നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനാണ്. യേശുവിൻ്റെ അകത്തുള്ള ജീവനാണ് നമ്മളിൽ വന്നത്. പലപ്പോഴും ഒരു മിസ്കൺസെപ്ഷൻ ഉള്ളത്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യതയുടെ കാര്യം അല്ല. നിത്യജീവൻ അകത്ത് വന്നു, ദൈവരാജ്യം അകത്ത് വന്നു നമ്മുടെ. സോ ഇവിടെ വെച്ച് മാത്രമല്ല, ഇറ്റ് കണ്ടിന്യൂസ്. മരണാന്തരവും ഈ രാജ്യം തുടരുകയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇതിനു വേണ്ടിയത്. 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. 1 ദൈവത്തിൻ്റെ സ്നേഹം, അഥവാ ഈ രാജ്യത്തിൻ്റെ 1 സ്നേഹമാണ്. 2 വിശ്വാസം, 3 പ്രത്യാശ. വിശ്വാസം ഈ ലോകത്തിൽ
നമുക്ക് ജയകരമായ ജീവിതം നയിക്കുവാനായി. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നല്ല പൊരുതി. അതൊരു പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ, പോരാട്ടം എന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ പോരാടുന്നതല്ല, നമ്മുടെ സീൻ വേൾഡ് ചലഞ്ച് ചെയ്യുന്നതിനെ ഓവർകം ചെയ്യുന്നത് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ്. 3 പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു വരും, ആ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഇത് 3 ഹോളി സ്പിരിറ്റാണ് നമ്മുടെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടാണല്ലോ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം, 2 പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആ ദൈവരാജ്യത്തിന് ഈ ലോകത്തിലെ മാത്രം എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ള എന്നാ പറയണ്ടേ പെറുവെറുപ്പ് മാറി, ആ ക്വാളിഫിക്കേഷൻ, രാജ്യത്തിലാകാനുള്ള ക്വാളിഫിക്കേഷൻ തന്ന കർത്താവിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഈ ലോകത്തിൽ മാത്രമാണ് നിങ്ങൾ യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ വി ആർ പിറ്റിയബിൾ. നിങ്ങളെക്കാളും അരിഷ്ടന്മാരില്ല. കാര്യം എന്താ? ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത്. നിത്യത എന്ന് പറയുന്നത് ഒറിജിനലാണ്. യേശുവിനെ നിങ്ങളും ഞാനും നേരിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. അത് ഒറിജിനലാണ്. കർത്താവിൻ്റെ വരവ് റിയാലിറ്റിയാണ്. ആൾക്കാരത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അല്ല. പക്ഷേ ദ മോർ യു ട്രൈ ടു പ്രൂവ്, ദ മോർ റിയൽ ഇറ്റ് ബിക്കംസ്. ആൻഡ് എവറി ഡേ ഇറ്റേണിറ്റി ഈസ് കമ്മിങ് ക്ലോസർ ടു റിയാലിറ്റി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുന്തോറും നിത്യത വസ്തുതയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തിൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്. അവിടെയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12:28 നമ്മൾ നിൽക്കുന്നത്. Therefore, since we are receiving a kingdom which cannot be shaken, let us have grace by which we may serve God acceptably with reverence and godly fear. Now, ഒന്ന് നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. എന്തിനാ നന്ദി? That we have been qualified. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ, we giving thanks to the Father who qualified us to be the partakers of the inheritance. ഈ രാജ്യത്തിലെ ഇൻഹെറിറ്റൻസ്, വിശുദ്ധന്മാരോട് കൂടെ വെളിച്ചത്തിൽ ആ വസിക്കാനുള്ള ഇൻഹെറിറ്റൻസ് കിട്ടിയ, അല്ലെങ്കിൽ നൽകിയ, ക്വാളിഫൈ ചെയ്ത പിതാവിന് നന്ദി. വീണ്ടും ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ TV പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ഉള്ളതിന് വേണ്ടി ഒന്ന് നന്ദി പറയാമോ? ചിലർ വരുമ്പം പറയും, ഞങ്ങൾക്കൊരു വാടക വീടേ ഉള്ളൂ, സ്വന്തം വീടില്ല. വാടക വീട്ടിൽ താമസിക്കാനെങ്കിലും ഉള്ള പ്രൊവിഷൻ ദൈവം തന്നില്ലേ? ചിലർ പറയുന്നത്, എനിക്ക് കാറില്ല, അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകാൻ മേല. ബസ്സില്ലേ? ബസ്സിൽ കയറാൻ പൈസ ഇല്ല. നടന്നു പോകാൻ ആരോഗ്യമില്ലേ? കർത്താവിന് നന്ദി പറയണം ഏതവസ്ഥയിലും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ നോ ഹൗ ടു ബി അബൗണ്ട്, ഐ നോ ഹൗ ടു ബി അബേസ്ഡ്. വളരെ സമൃദ്ധിയായിട്ടിരിക്കാനും അറിയാം, താഴ്ചയിലും എനിക്ക് ഇരിക്കാൻ അറിയാം. ഏതവസ്ഥയിലും ഐ എം ഹാപ്പി, ഐ എം ഗിവിങ് താങ്ക്സ്. കാരണം എന്താ? എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഇന്ന് ശുശ്രൂഷകരിൽ ഒരു വലിയ അധപതനം നടന്നിട്ടുണ്ട്. അത് അൺഫോർച്ചുനേറ്റാണ്. പ്രസംഗിക്കാൻ അവസരം കിട്ടാനാണ് നോക്കുന്നത്. എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ പ്രസംഗിക്കാൻ? പ്രസംഗമല്ലല്ലോ നമുക്ക് വേണ്ടിയത്. ശുശ്രൂഷിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. കാല് കഴുകാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ. രാജ്യത്തിൻ്റെ ഗ്രേറ്റർ പെർസ്പെക്റ്റീവ്. നമ്മൾ ഭാരതീയ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി. ഇവിടെ ഡ്രഗ്സ്, ഞാനത് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരെ സ്നേഹിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ 16-15 വയസ്സുകാർ കഞ്ചാവിനും ഡ്രഗ്സിനും നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്ത് അവരടിമപ്പെടുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഐ എം വെരി ടയേർഡ്, പക്ഷേ രാത്രി 10:30 മുതൽ അവർക്ക് വേണ്ടി സമയം കൊടുത്തിരിക്കുക. രാത്രി 10:30 മുതൽ ഇവർ വർത്താനം പറഞ്ഞ് 1 മണി 2 മണി വരെ. ആൻഡ് മിറക്കിൾസ് ആർ ഹാപ്പനിങ്. മിറക്കിൾ എന്ന് പറഞ്ഞാൽ അവരിത് ഉപേക്ഷിക്കുന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അത് കാര്യം ഈ തലമുറയാണ്, അടുത്ത ഇന്ത്യയുടെ തലമുറയാണ്. അവരെ തകർക്കും പിശാച്.
ഞാൻ വളരെ ഉറപ്പിച്ചും എൻ്റെ ഹൃദയ പരമാർത്ഥതയോട് പറയാം, ഞാൻ സുവിശേഷം അറിയിക്കുന്നത് ഒരു മതത്തെ പ്രചരിപ്പിക്കുകയല്ല. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നവൻ, എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന് ഉയർച്ച, നന്മ, സമാധാനം ഇതൊക്കെ ദൈവമഹത്വത്താൽ വരുമെന്ന് വിശ്വസിച്ച് കൊണ്ടാണ് എന്ത് നിരുത്സാഹനങ്ങൾ വരുമ്പോഴും ഇതിനു വേണ്ടി മുന്നോട്ട്. ഐ വോണ്ട് ഇന്ത്യ ടു ബി ദ നമ്പർ 1 നേഷൻ ഇൻ ദ ഹോൾ വേൾഡ്. Now look, giving thanks to the Father who qualified us to be partakers. എന്തിനാ താങ്ക്സ് ചെയ്യുന്നത്? ഒന്ന്, എന്നെ ക്വാളിഫൈ ചെയ്തു. രണ്ട്, എന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും രക്ഷിച്ചു. ഹി ഹാസ് ഡെലിവേർഡ് us ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് കൺവേഡ് us. എനിക്ക് കയറാൻ മേലായിരുന്നു, യോഗ്യത തന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, തൻ്റെ രാജ്യത്തിൽ എന്നെ പ്രവേശിച്ചു. അത് മാത്രം ഓർത്താൽ മതി നന്ദി പറയാൻ. ഞാൻ ഇനിയും ഇങ്ങോട്ടും തപ്പിത്തേടി നടക്കുന്നതല്ല, വെളിച്ചത്തല്ല നടക്കുന്നത്. ഐ നോ വെയർ ഐ എം ഗോയിങ്. എൻ്റെ അമ്മ എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, പക്ഷെ നിത്യതയിൽ യേശുവിനോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്. എൻ്റെ യേശു വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മയെ കാണും. കല്ലറകളെ ഭേദിച്ചെഴുന്നേക്കും. ഇത് വെറും മിഥ്യയല്ല, ഇത് കെട്ടുകഥയല്ല, നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. സോ ദൈവരാജ്യത്തിൻ്റെ ആട്രിബ്യൂട്ട്സിലെ ഒന്ന് നന്ദിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറയാനിടയായിട്ട്. നന്ദി എന്തുകൊണ്ടാണ്? ഒന്ന്, എന്നെ ക്വാളിഫൈ ചെയ്തു. രണ്ട്, ക്വാളിഫൈ ചെയ്യുക, എന്നെ യോഗ്യതാക്കി ഈ രാജ്യത്തിന്. ആ യോഗ്യത തൻ്റെ നീതിയില്ല. രണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ സാത്താന്, അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യപാനത്തിനും, ഇരുട്ടെന്ന് പറയുന്ന ഒക്കെ ഓർത്തോണം, മറ്റ് മതങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇറ്റ്സ് എ പേഴ്സൺ. സാത്താൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. ഹി ഇൻഫ്ലുവൻസസ്. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്. ഇറ്റ് ഇൻഫ്ലുവൻസസ് പീപ്പിൾ. സെക്സ് എന്ന് പറയുന്നത് സെഡ്യൂസിങ് സ്പിരിറ്റാണ്. സോ ഈസ് ആൽക്കഹോൾ. എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഇൻ ദ മാരേജ് ഇറ്റ് ഈസ് എ മസ്റ്റ്, ബട്ട് അവരെ വ്യഭിചാരത്തിലോട്ട് പോകുന്നതും ഇന്നത്തെ പല സ്ഥലത്തും ഇറ്റ് ഈസ് ഗെറ്റിംഗ്, ഇതിനെ സാരമില്ലെന്ന് പറഞ്ഞ് ദുഷ്ടൻ തകർത്തുകൊണ്ടിരിക്കുക. സോ മാരേജസ് ആർ ഫെയിലിംഗ് ലൈക്ക് എനിത്തിങ്. It is an alarming situation. Now, thanks to the Father, number one, who qualified us. നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോത്തില്ല എന്നല്ല, തെറ്റിന് വേണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പവർ നിങ്ങളുടെ അകത്ത് ഇരിപ്പുണ്ട്. മൂന്ന്, രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചത്? He has redeemed through his blood with the forgiveness of sin. നമ്മളെ വീണ്ടെടുത്തിട്ടാണ് ഈ യോഗ്യത തന്നത്. വീണ്ടെടുക്കുന്ന സമയത്താണ് ഡെലിവറൻസ് നടന്നത്. വീണ്ടെടുത്തത് കൊണ്ടാണ് രാജ്യത്തിലെ. ഇത് ഓർക്കുമ്പോൾ ഐ ഗിവ് താങ്ക്സ്. കർത്താവേ, എനിക്ക് വൈ ഡിഡ് യു ലവ് മീ സോ മച്ച്? എന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, നിങ്ങൾ ഈ TV ഇന്ന് ഓൺ ചെയ്തിരിക്കുന്നത് പോലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് നിങ്ങളിൽ ഒരു സാധ്യത കാണുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോയെന്ന്. പക്ഷെ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകൾ മാറും എന്ന് പറയുന്നതിൻ്റെ കാരണം യു വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പറഞ്ഞത്, ഒന്ന്, നന്ദി ഉള്ള ഹൃദയമായി. രണ്ട്, ദൈവത്തിന് പ്രസാദകരമായി. പ്രസാദകരം എന്ന് പറഞ്ഞാൽ മൈ പ്ലാൻ അല്ല ഇത്, എൻ്റെ പ്ലാനിലല്ല ഇത് നടക്കുന്നത്. ഇത് കർത്താവിൻ്റെ പ്രസാദകരം എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടം. കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ് കർത്താവിന് ഇഷ്ടം? അത് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും ഇഷ്ടപ്രകാരം. എന്താ ഇഷ്ടം? ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വെളിയിൽ ഒന്നുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, പ്രവചനമായിക്കോട്ടെ, വെളിപ്പാടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ വെളിയിൽ ഉള്ളത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. പറയാനുള്ളത് മുഴുവൻ അപ്പോസ്തലന്മാരോട് എഴുതിയിട്ടുണ്ട്. സ്വയമേ ഒരു വ്യാഖ്യാനം ഇതിനകത്തില്ല. ഇതായിരിക്കാം, നോ, സബ്സ്റ്റൻസ് യേശു ഇതിനകത്തിരിപ്പുണ്ട്. സോ രണ്ട്, ഒന്ന് നന്ദിയുള്ളവരായിരിക്കണം. രണ്ട്, ദൈവത്തിന് പ്രസാദകരമായിരിക്കും. പ്രസാദകരം എന്താ? ദൈവവചനമാണ്. അതിൽ പ്രസാദകരമായ എന്തൊക്കെയുണ്ടോ ഈ ആഴ്ചകളിൽ നമ്മൾ ഫുൾ ഓരോന്നും നമ്മൾ ചിന്തിക്കാനിടയായിട്ട് അതിൽ നടക്കുമ്പോൾ ഗ്യാരൻറ്റി തരാം, ദൈവരാജ്യം ഒരു കടകുമണി പോലെയാണ്. ഇതകത്ത് വരുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ
രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയായി നിങ്ങൾ മാറും. ബിസിനസ്സുകാരാണോ, കിങ്ഡം ബിസിനസ് എന്ന് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ പവറിൽ ഹി വിൽ ഗിവ് പവർ ടു മേക്ക് വെൽത്ത്, സമ്പത്തുണ്ടാക്കാൻ അവൻ ശക്തി നൽകുന്നു എന്ന് ബൈബിളിൽ പറയാം. ഹി ലവ്സ് യു ടു ബി ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ, യു ആർ ഗോയിങ് ടു ബി പ്രൊമോട്ടഡ് ഇൻ ടു സച്ച് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ, ബട്ട് യൂസ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അവൻ പ്രസാദകരമായി എന്താണെന്ന് നമ്മൾ അറിയണോ? ദൈവവചനത്തിൽ അറിയണം. ആ ദൈവവചനത്തിൽ ആ പ്രസാദകരമായി നടക്കണേലോ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 9, 10, 11 പ്രാർത്ഥനയാണ്. ഗിവിങ് താങ്ക്സ് ടു ദ ഫാദർ എന്ന് പറഞ്ഞ് 12-ാം പദം തുടങ്ങുന്നത് ഇതിൻ്റെ മുമ്പായിട്ടൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? I pray for you to ask that you may be filled with the knowledge of His will, in all wisdom and spiritual understanding, that we walk worthy of the Lord, walking worthy of the Lord, fully pleasing Him. പ്രസാദകരമായി നടക്കണം പ്രാർത്ഥനയാണ്. ഈ 9, 10, 11 ഈ 3 വാക്യങ്ങളിൽ ഏകദേശം 11 പ്രെയർ പോയിൻറ്റ്സ് പൗലോസ് പറയുന്നുണ്ട്. അതിലൊന്നാണ് പ്രസാദകരം. കർത്താവിന് പ്രസാദകരമായി നടന്നാൽ എന്ന് പറയുമ്പോൾ വീണ്ടും പറയാം, യു ഹാവ് എ ഹെൽപ്പർ. ഒട്ടും ഭാരമില്ലാത്തത്. കർത്താവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നപ്പോൾ ചിലർ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സ്നേഹത്തിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം സൂക്ഷിക്കുന്നത്, എനിക്ക് കർത്താവിനെ നൊമ്പരപ്പെടുത്തുന്നത് ഇഷ്ടമില്ലാത്തതാണ്. നരകത്തിൽ പോകുന്നുള്ള പേടി കാരണമല്ല, നരകത്തിൽ പോകാൻ പോകുന്നുമില്ല. അതിൻ്റെ കാരണം നമ്മളിപ്പോഴേ സ്വർഗീയ സ്ഥലത്ത് ഇരുത്തിരിക്കുകയാണ്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് ജീസസ് എനി. മാത്രമല്ല, ഒരു CCTV ക്യാമറയുടെ അണ്ടറില്ല എൻ്റെ ജീവിതം. ഹീസ് വാച്ചിങ് അസ്. നമ്മൾ ഓർക്കുന്നത് ആരും കാണുന്നില്ല, അതുകൊണ്ട് എന്തുമാകാം. അല്ല, ദർ ആർ സർട്ടൻ പ്രിൻസിപ്പിൾസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ പ്രിൻസിപ്പിൾസിൽ നിങ്ങൾ നടന്നാൽ ഐ ഗ്യാരൻറ്റി യു നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. യു വിൽ ബിക്കം ആൻ ഇൻഫ്ലുവൻസ് ടു ദ സൊസൈറ്റി. യു വിൽ ബിക്കം എ ഹെഡ് ആൻഡ് നെവർ ദ ടെയിൽ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഏറ്റവും അധികമായി പ്രവർത്തിക്കട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങൾ. അങ്ങനെ ആകുമ്പം രോഗസൗഖ്യം വേണ്ടേ? ഇറ്റ് ഈസ് ആഡഡ്. ഇറ്റ്സ് എ പ്രൊവിഷൻ ഇൻ ദ കിങ്ഡം. ആരോഗ്യമാണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോഗ്യം ശരീരങ്ങളിൽ വരാൻ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ഉയർച്ച. നിങ്ങളെല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയും കൊടുപ്പാനും കാണും എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പ്രസാദകരമായി നടക്കുമ്പോൾ ഇതൊക്കെയും ചേർക്കപ്പെടും. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കായി സ്തോത്രം. പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ അനുഭവിക്കുന്നവർ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അങ്ങയുടെ വചനം പറയുന്ന പ്രകാരം അനുഭവിക്കുന്നവരായി തീരട്ടെ. ആ കരം നീട്ടുന്നു. ഓരോരുത്തരും ശാരീരികമായ പരിപൂർണമായ അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ മാറട്ടെ. ശാരീരികമായ എല്ലാം ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ പുതിയ വഴികൾ തുറക്കണം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജോലിക്കുള്ള സാധ്യതകൾ തുറക്കണം. യേശുവെ, അങ്ങയിൽ ഞാൻ ആകുമ്പോൾ, ക്രിസ്തു യേശുവിൽ ഞാൻ ആയിത്തീരുമ്പോൾ, അങ്ങയുടെ വാക്കാണല്ലോ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അങ്ങയിൽ അത് ഊവെന്നാണ്. അത് ഓരോരുത്തരും അനുഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം മിസ് ചെയ്യരുത്. ദിസ് ഈസ് എ സീരീസ് വിച്ച് ഈസ് ഗോയിങ് ഓൺ. കാണും വരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്. ഈ 10 ദിവസത്തിൻ്റെ 11 ദിവസത്തിൻ്റെ അവസാനത്തെ 3 ദിവസമാണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞു. 17, 18, 19, 20 4 ദിവസം. ആ 4 ദിവസവും മിസ് ചെയ്യരുത്. വരണം. ഇറ്റ് വിൽ ബി ഓസം, പവർഫുൾ ആൻഡ് ഗ്ലോറിയസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.